അസം നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. വലിയ മുന്നൊരുക്കങ്ങളാണ് കോൺഗ്രസ് അസം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തുന്നത്. 42 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രഖ്യാപിച്ചത്. അസം കോൺഗ്രസ് അധ്യക്ഷനും MP-യുമായ ഗൗരവ് ഗഗോയ് ജോർഹട്ടിൽ നിന്ന് ജനവിധി തേടും. മുതിർന്ന കോൺഗ്രസ് നേതാവ് റിപുൻ ബോറ ബാർച്ചല്ലയിൽ നിന്നും ജനവിധി തേടും. 126 നിയമസഭാ മണ്ഡലങ്ങളാണ് അസമിലുള്ളത്. കഴിഞ്ഞ തവണ 95 സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിച്ചപ്പോൾ ഇത്തവണ എത്ര എന്നതിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇത്തവണ 46 സീറ്റുകളിൽ കോൺഗ്രസ് വലിയ വിജയപ്രതീക്ഷയാണ് വെച്ചു പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ മുന്നൊരുക്കങ്ങൾ ഏറെ നടത്തുകയാണ് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് പാർട്ടിക്ക് വലിയ ആത്മവിശ്വാസം നൽകുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. സംസ്ഥാനത്തെ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിലെല്ലാം വലിയ മേൽക്കൈയാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. സ്ഥാനാർത്ഥി ചർച്ചകൾ പൂർത്തിയാക്കാൻ കോൺഗ്രസ് MP-മാരായ ഇമ്രാൻ മസൂദ്, സപ്തഗിരി ശങ്കർ ഉലഖ എന്നിവർ ഈ ആഴ്ച തന്നെ മണ്ഡല പര്യടനങ്ങൾ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട്. ഇരുവരും പാർട്ടി നേതാക്കളുമായും അണികളുമായും കൂടിയാലോചനകൾ നടത്തും. വിവിധ ജാതിമത വിഭാഗങ്ങളുടെ പ്രതിനിധികളുമായും കൂടിക്കാഴ്ച നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ദേശീയ നേതാക്കളെ അടക്കം കളത്തിലിറക്കി സംസ്ഥാനത്തെ കൈപ്പിടിയിലാക്കാനാണ് കോൺഗ്രസ് അവിടെ നീക്കം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി പ്രിയങ്ക ഗാന്ധിയെ അസമിലെ സ്ഥാനാർത്ഥി സ്ക്രീനിംഗ് കമ്മിറ്റിയെ നയിക്കാനായി AICC നിയോഗിച്ചിരുന്നു. മുതിർന്ന കേന്ദ്ര നിരീക്ഷകരിൽ ഒരാളായി DK ശിവകുമാറിനെയും നിയമിച്ചിരുന്നു. ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലും മുൻ ജാർഖണ്ഡ് MLA ബന്ദു തിർക്കിയുമാണ് മറ്റ് 2 നിരീക്ഷകർ. പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചാരണങ്ങളിലുമൊക്കെയായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഗൗരവ് ഗൊഗോയ് മുന്നോട്ട് വെച്ച മതേതര വിശാല അസം എന്ന മുദ്രാവാക്യം എല്ലാ സമുദായങ്ങളിലേക്കും എത്തിക്കുകയായിരിക്കും പ്രിയങ്കയുടെ ലക്ഷ്യം. DK ശിവകുമാർ ഉൾപ്പെട്ട കേന്ദ്ര നേതൃത്വം പ്രതിരോധ തന്ത്രങ്ങൾ നടപ്പിലാക്കുന്നതിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കർണാടകയിലും ജാർഖണ്ഡിലും തെരഞ്ഞെടുപ്പുകൾ നടന്നപ്പോൾ BJP-യുടെ വർഗീയ പ്രചാരണങ്ങളെ ശക്തമായി പോരാടി തോൽപ്പിച്ചവരാണ് DK ശിവകുമാറും ബന്ദു തിർക്കിയും. ഇവരുടെ അനുഭവജ്ഞാനം അസമിൽ കോൺഗ്രസിന് തുണയാകുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇത്തവണ അസമിൽ വലിയ വിജയം നേടാൻ തന്നെയാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്.